ഇനി സിംബാബ്വെ എങ്ങാനും കപ്പടിച്ചാലോ? ഞാൻ പറഞ്ഞതിന്റെ അകത്ത് അതിശയമൊന്നും തോന്നണ്ട. കാരണം ഈ 2026 T20 വേൾഡ് കപ്പിൽ സിംബാബ്വെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നായകൻ സിക്കന്ദർ റാസ ഒരു ഇന്ത്യൻ വംശജനും കൂടെയാണ്. സിക്കന്ദർ റാസയുടെ കീഴിൽ കളിക്കുന്ന സിംബാബ്വൻ ടീമിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് അവർ കളിക്കുന്നത്. ടീം എഫേർട്ട് എന്ന് പറഞ്ഞാൽ ബാറ്റിംഗ്, ഫീൽഡിങ്, ബോളിംഗ് എല്ലാത്തിനും ഒരുപോലെ ഒത്തൊരുമയോടെ കളിക്കുന്നു. ഇന്നാണെങ്കിൽ പോലും ശ്രീലങ്കയുമായിട്ടുള്ള മത്സരം ഉണ്ടായിരുന്നു. ഇന്നത്തെ മത്സരം ശ്രീലങ്കയുമായിട്ട് ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ആണ് അവര് ഇപ്പോൾ നിൽക്കുന്നത്. സൂപ്പർ എട്ടില് അവര് എന്തായാലും അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. കാരണം 2024 യോഗ്യത പോലും നേടാതെ ഉഗാണ്ട എന്ന ടീമിനോട് തോറ്റ് പുറത്തായ സിംബാബ്വെയാണ് ഇപ്പോൾ ഈ 2 വർഷത്തിന് ശേഷം ഇതുപോലെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ശക്തരായിട്ടുള്ള ഓസ്ട്രേലിയനെയും ശ്രീലങ്കേനെയും ഒക്കെ തകർത്തിട്ടാണ് അവര് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരിക്കുന്നത്. ഇന്ന് ശ്രീലങ്ക ഉയർത്തിയ 178 റൺസ് ഏകദേശം അവര് മറികടന്നു. അതിൻ്റെ അകത്ത് അവരുടെ ബെനറ്റ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. അവൻ കളിച്ച എല്ലാ കളികളിലും ഹാഫ് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. റൺസ് നന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നിരിക്കുന്ന ബാറ്റ്സ്മാൻമാരെ മോശമാക്കിയിട്ടില്ല. ഇന്നത്തെ കളിയിലെ താരം സിക്കന്ദർ റാസയാണ്. സിക്കന്ദർ റാസ എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പിന്ന് പല വേരിയേഷൻസ് ഉള്ള ഒരു സ്പിന്നറാണ്. വിക്കറ്റ് ക്രൂഷ്യൽ ടൈമിൽ വിക്കറ്റ് എടുക്കാൻ കഴിവുള്ളതാണ്. എന്നാൽ തീപ്പൊരി ബാറ്റ്സ്മാനും കൂടെയാണ്. ഇങ്ങനെ ഒരു നായകനെ അല്ല ഏതൊരു ടീമും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തൊരുമയോടെ കളിക്കുന്ന ഒരു ടീമിനെ സിംബാബ്വൻ ടീമിൽ അവരുടെ ആ ഒരു വിജയത്തിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനം എല്ലാം കാണുമ്പോൾ അവര് ഏത് ലെവലിൽ നിന്നിട്ട് താഴോട്ട് പോയിട്ട് പിന്നെ ഒരു തിരിച്ചുവരവാണ് ഈ കാണിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. കാരണം ശ്രീലങ്കൻ ടീമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ശ്രീലങ്കൻ ടീം കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ നല്ല രീതിയിൽ കളിച്ച് ഓസ്ട്രേലിയയെ തോപ്പിച്ച് വന്നിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് പതുങ്ക ഒക്കെ ഇതുപോലെ തന്നെ സെഞ്ചുറിയും കാര്യങ്ങളും എല്ലാം അടിച്ച് എന്താ പറയാ നല്ലൊരു ലെവലിൽ നിൽക്കുന്ന ശ്രീലങ്ക ഫസ്റ്റ് ബാറ്റിംഗ് എടുത്തു. നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് അവർ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ബാറ്റ് ചെയ്തു. നല്ലൊരു സ്കോർ തന്നെയാണ് എടുത്തത്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് നമുക്ക് പണ്ടത്തെ ഒരു രീതിക്കനുസരിച്ചാണ് സിംബാബ്വൻ ടീം ഒരറ്റം തുടങ്ങി എവിടെയെങ്കിലും ഒക്കെ തീർന്നോളും എന്നൊരു കണക്കൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ മറികടന്നാണ് സിംബാബ്വൻ ടീം എത്ര നല്ല പ്രൊഫഷണലായിട്ടാണ് കളിക്കുന്നത്. പ്രൊഫഷണലായിട്ടാണ് ക്രിക്കറ്റ് കളി നടക്കുന്നതെങ്കിലും അതിനകത്തൊരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാതെ നന്നായിട്ട് കളിച്ചാണ് അവർ വരുന്നത്. കാരണം ഒരു വളരെ ടോപ്പ് ലെവലിൽ നിന്നിട്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ഒന്നുമില്ലാതായി പോയ ഒരു ടീം പിന്നീട് കളിക്കുമ്പോഴൊക്കെ നാണക്കേട്, അല്ലെങ്കിൽ ഞങ്ങളുണ്ടേ, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല ഞങ്ങളും കൂടെ ഉണ്ടേ കളിക്കാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പോകുന്ന ഒരു സാഹചര്യം വന്നതിന് ശേഷം തിരിച്ചു വന്നിട്ട് അവർ ഇപ്പോൾ നടത്തുന്ന അവരുടെ പ്രകടനം കാണുമ്പോൾ അവർക്കൊരു കപ്പ് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നും. കാരണം നമുക്ക് അവരുടെ ഒരു എഫേർട്ട് ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. കാരണം ഏതോ ലെവലിൽ നിന്നൊരു ടീം താഴെ പോയതിനു ശേഷമുള്ള തിരിച്ചുവരവാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ടീം ജയിക്കണം, കപ്പ് അടിക്കണം എന്നൊക്കെ തന്നെയാണ് എപ്പോഴും ആഗ്രഹം. പക്ഷെ എന്നിരുന്നാലും ഇവർക്കൊരു കപ്പ് കിട്ടിയ കൊള്ളാം എന്നൊരു തോന്നൽ തോന്നി. ഇതേ തോന്നൽ തന്നെ നമുക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് സൗത്ത് ആഫ്രിക്കൻ ടീമിന് ഒരു കപ്പ് കിട്ടിയ കൊള്ളാമെന്ന്. കാരണം സൗത്ത് ആഫ്രിക്കൻ ടീമിനെ എപ്പോഴും നമ്മൾ പറയുന്നത് ഭാഗ്യമില്ലാത്ത ഒരു ടീം എന്നാണ്. അങ്ങനെ ഭാഗ്യമില്ലായ്മയിൽ കളിച്ച് പറഞ്ഞ് കഴിഞ്ഞ ലോകകപ്പിന്റെ ഫൈനലിലാണെങ്കിൽ പോലും എന്താ പറയാ ഇന്ത്യയുമായിട്ട് മത്സരിച്ച് ഏകദേശം അവരുടെ കയ്യിൽ നിന്നും നമ്മൾ ഡേവിഡ് മില്ലർ എന്ന ബാറ്റ്സ്മാൻ മാരക ഫോമിൽ നിന്ന് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ബൗണ്ടറി ലൈനിൽ അരികിൽ നിന്ന് സൂര്യകുമാർ യാദവ് എടുത്ത ഒരു രക്ഷപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു മികച്ച ക്യാച്ചിൽ ആണ് അവരുടെ കളി അവിടുന്ന് മാറിപ്പോയതും അവർക്ക് വേൾഡ് കപ്പ് കിട്ടാതെ വരികയും ഒക്കെ ചെയ്തത്. അവർക്ക് പലവട്ടമായിട്ട് കയ്യിൽ നിന്ന് ലോകകപ്പ് വഴുതി പോയിരിക്കുന്നു. ഭാഗ്യമില്ലാത്ത ടീമാണ്. അവർക്ക് ഒരെണ്ണം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഇന്ത്യക്കാർ മാത്രമല്ല മലയാളികളും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അവരുടെ തന്നെ ലോർഡ് ടെമ്പ ബൗമ എന്ന പ്ലെയറുടെ ആ ഒരു കാര്യത്തിൽ അവരെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടുന്നത്. അങ്ങനെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടി അവർക്ക് ഒരു ലോകകപ്പ് അല്ലെങ്കിൽ അതുപോലെ ഒരു കപ്പ് കിട്ടാനായിട്ട് ICCയുടെ ഒരു ട്രോഫി അങ്ങനെ ആദ്യമായിട്ട് അവർക്ക് കിട്ടി. ആദ്യമായിട്ടെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ എപ്പോഴോ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഒരു അറിവ് കൊണ്ട് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ അവർക്കത് സാധിച്ചെടുക്കാൻ പറ്റി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സിംബാബ്വെയുടെ പ്രകടനം കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ഞാൻ പറയുന്നത് വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എല്ലാവർക്കും എടുക്കാമെന്ന് കരുതുന്നു. കാരണം ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അത് ഏത് ടീം കളിച്ചാലും നമ്മുടെ സ്വന്തം ടീം നന്നായിട്ട് കളിക്കുമ്പോൾ പോലും മറ്റൊരു ടീമിലെ ഏതെങ്കിലും ഒരു പ്ലെയർ നന്നായിട്ട് കളിച്ചാൽ അംഗീകരിക്കാതിരിക്കത്തില്ല ഒരു ക്രിക്കറ്റ് പ്രേമി. നല്ല കളിയാടാ നീ കളിച്ചത്, നീ നന്നായിട്ട് പെർഫോം ചെയ്തടാ എന്ന് പറയും. അതിപ്പം നമ്മൾ ഗ്രൗണ്ടുകളിൽ കളിക്കുമ്പോഴാണെങ്കിലും ഒരു ടൂർണമെന്റിൽ കളിക്കുകയാണെങ്കിലും എതിർ ടീമിൽ നന്നായിട്ട് കളിച്ച ഒരു പ്ലെയറെ നമ്മൾ നോക്കി വെക്കുകയും മാത്രമല്ല നമ്മൾ ആ ഒരു പ്ലെയറിനെ നമ്മൾ അടുത്ത് കിട്ടിയാൽ ഒന്ന് അഭിനന്ദിക്കുകയും കൂടെ ചെയ്യും. അങ്ങനെ അഭിനന്ദിക്കാതെ പോകത്തില്ല.
അതാണ് ക്രിക്കറ്റിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റ് സ്പോർട്സിലും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിലും ക്രിക്കറ്റിലുണ്ട്. അത് ഏത് നാട്ടുകാരൻ, നമ്മുടെ സാധാരണ ലെവലിൽ ഏത് നാട്ടിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും കളിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ്. നമ്മൾ അങ്ങ് ദൂരെ നിന്ന് വരുന്ന ഏതെങ്കിലും അറിയപ്പെടാത്ത സ്ഥലത്തു നിന്ന് വരുന്ന ഏതോ ഒരു ടീമിൽ നിന്ന് ഒരാൾ വന്നു ടീം വന്ന് കളിക്കുന്നു. പക്ഷെ അവരുടെ കളി കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഞെട്ടാറുണ്ട്. നമ്മൾ പല അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാർ തമ്മിലാണെങ്കിലും സംസാരിക്കാറുണ്ട്. കളിക്കാൻ പോകുന്ന പ്ലേയേഴ്സ് നല്ല കളിയാണ് അവന്മാർ കളിച്ച, അവരുടെ ബോളിംഗ് കണ്ടോ ബാറ്റിംഗ് കണ്ടോ എന്ന് പറയുന്ന പോലെ. അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നില്ല. സിംബാബ്വേയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിംബാബ്വേയുടെ പ്രകടനം നന്നായിരുന്നു. പക്ഷെ അവർക്കൊരു എന്താ പറയാ, അവർ നല്ലൊരു നിലയിൽ എത്തുന്നത് കാണാൻ ഒരു ആഗ്രഹം, നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ്. എന്നെ പോലെ തന്നെ ഇത് എന്താ പറയാ, ചിലപ്പോൾ അവരുടെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്കത് പറയാനായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ എന്തായാലും അവരുടെ ഒരു നല്ല പെർഫോമൻസ് തന്നെ അവര് എന്താ പറയാ കാഴ്ചവെച്ച് തന്നെ പോട്ടെ. ഇനി എങ്ങാനും ലോട്ടറി അടിച്ചാലോ എന്ന് പറഞ്ഞാൽ, ഇനി എങ്ങാനും കപ്പ് കിട്ടിയാലോ, സാധ്യതകൾ വളരെ വിദൂരമാണ്. എങ്കിലും ആ അവരുടെ ഒരു പ്രകടനം കണ്ടിട്ട്, അവരുടെ ഒരു എന്താ പറയാ ഒത്തൊരുമയും കൂട്ടായ്മയും പെർഫോമൻസ് മൊത്തത്തിൽ കണ്ടതിന് ശേഷം മനസ്സിൽ തോന്നിയ ഒരു ആശയം ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന പോലെ നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ജയിക്കണം, നമ്മുടെ പ്ലേയേഴ്സ് നന്നായിട്ട് കളിക്കണം. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ സഞ്ജു സാംസൺ ടീമിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ മറ്റുള്ള ചില ടീംസിനെയൊക്കെ കാണുമ്പോൾ അവർ കളിക്കുന്ന കൊള്ളാം, നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിൽ തോന്നുമ്പോൾ, അങ്ങനെ ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും, തർക്കങ്ങളുണ്ടാകും. പക്ഷെ എന്റെ മനസ്സിൽ വന്ന ഒരു ആശയം ഞാനിവിടെ ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം എന്തായാലും ബൈ, ഗുഡ് ബൈ. അടുത്ത ദിവസങ്ങളിലെ കളികളിൽ നമുക്ക് കാണാം, കണ്ടിട്ട് കളി വിലയിരുത്തലുകൾ നടത്താം. എന്തായാലും നല്ല നല്ല പെർഫോമൻസുകൾ ഉണ്ടാകട്ടെ. കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്യുന്നു. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.